എൻ്റെ പേര് അനു മരിയ. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. ഞാനിവിടെ നവംബർ 26 വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അന്ന് ഒറ്റയ്ക്കാണ് വന്നത് പാലക്കാട് നിന്ന്. ഞാൻ 2021 ഞാൻ വന്നത്, ഈ നവംബറിൽ. ഞാൻ USA പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും ശരിയാവുന്നില്ല. ഞാൻ 3 പ്രാവശ്യം വിസ ഇൻ്റർവ്യൂവിന് പോയി, 3 പ്രാവശ്യം എൻ്റെ റിജക്റ്റായി. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഡിസംബർ 13 എൻ്റെ ഇൻ്റർവ്യൂ. അപ്പം ഞാൻ ആ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ആ ഡേറ്റ് വെച്ച് നിയോഗങ്ങൾ എഴുതിയത്. എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുനാമത്തിൽ തന്നെ ഉയർത്തണമേ എന്നുള്ള പ്രാർത്ഥനയും കണ്ടു. പിന്നെ അതേപോലെ തന്നെ ഒരു ചേച്ചി പറഞ്ഞു, കൊച്ചിന് പരീക്ഷയുടെ സമയത്തൊന്നും കിട്ടാതാകുമ്പോൾ മാതാവ് തന്നെ വന്ന് എല്ലാം ശരിയാക്കി തരണേ, പേപ്പർ നോക്കണേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാനും അതേപോലെ തന്നെ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അത് മാതാവായിരിക്കണമേ എന്ന് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ ദിവസം തൊട്ട് തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും പിന്നെ ഓരോ ദിവസവും 4 ജപമാല മുഴുവൻ ചൊല്ലുമായിരുന്നു. പിന്നെ കരുണക്കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ ചൊവ്വാഴ്ചകളിലുള്ള ഉടമ്പടി ധ്യാനത്തിലും മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂയുടെ ദിവസമായി. അന്ന് ഞാൻ 3 മണിക്ക് എണീറ്റിട്ട് 33 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 33 വിശ്വാസ പ്രമാണവും ചൊല്ലി. അതേപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ഓരോ വചനങ്ങൾ ചൊല്ലിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു, ആരോടും മിണ്ടാതെ തന്നെ. അതേപോലെ അന്ന് ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ എണ്ണ എടുത്ത് എൻ്റെ നെറ്റിയിലും സംസാരിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി തൊണ്ടയിലൊക്കെ ഞാൻ പുരട്ടി. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ എനിക്ക് അന്ന് അവർ പറയണത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അതുപോലെ എനിക്ക് ശരിക്കും നല്ലപോലെ റിപ്ലൈ കൊടുക്കാനും ഒക്കെ അന്ന് സാധിച്ചു. അന്ന് തന്നെ എൻ്റെ വിസ അപ്രൂവ് ആവുകയും ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് ലോണിൻ്റെ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. ഏത് ബാങ്കിൽ പോയാലും എനിക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അതിൽ എഴുതിയൊന്നുമില്ല. പക്ഷെ ഞാൻ 5:30 എണീറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അന്നത്തെ നിയോഗങ്ങൾ മുഴുവൻ അമ്മയുടെ മധ്യസ്ഥതയിൽ കൊടുത്തിട്ടും അതേപോലെ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അന്ന് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് നന്ദി പറഞ്ഞിട്ടുമാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ എൻ്റെ ലോണിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാനപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഡിസംബർ 30 എനിക്ക് ലോണിൻ്റെ എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് അതിന് മുന്നേ തന്നെ ഡിസംബർ 15-16 ആയപ്പോഴേക്കും എനിക്ക് ലോണിൻ്റെ ഒരു വഴി തന്നെ കാണിച്ചു തരികയും എൻ്റെ പേപ്പർ വർക്കൊക്കെ സാധാരണ 3 മാസം എടുക്കും ലോൺ പാസ്സായി വരാനൊക്കെ. പക്ഷേ എനിക്ക് 3 ആഴ്ച കൊണ്ടൊക്കെയാണ് എൻ്റെ ലോൺ പാസ്സാക്കി തന്നത്. അത് എനിക്ക് മാതാവിനോട് നന്ദി പറഞ്ഞു. അതേപോലെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എൻ്റെ നിയോഗങ്ങളേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞത്, എനിക്ക് ഓരോരുത്തർ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം വരുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്കും അമ്മയുടെ അൾത്താരയിൽ വന്ന് അമ്മയെ മഹത്വപ്പെടുത്താനുള്ള ഒരു കൃപ തന്ന് എടുക്കണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് ഫെബ്രുവരി 18 പോകാനും സാധിക്കും.